അപ്പൊ ഈ സിനിമയിൽ ഇത്രയും നാളായിട്ട് എപ്പോഴെങ്കിലും വിഷമിപ്പിച്ച എന്തെങ്കിലും സംഭവം? ഇഷ്ടം പോലെ സിനിമയല്ല, നമുക്ക് എല്ലാ പടത്തിലും ഓരോരോ അനുഭവങ്ങളാണ്. അപ്പം ഞാൻ ഓരോ പടം കഴിയുമ്പോഴും ഞാൻ ആലോചിക്കും ഞാൻ എല്ലാം പഠിച്ചു, ഇനി എനിക്കൊരു അനുഭവം എനിക്ക് വരാനില്ല. ഞാൻ എപ്പോഴും പറയും എന്താണ്, നമുക്ക് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൽ ഏത് ബിസിനസ്സും ചെയ്യാം. കാര്യം എല്ലാ തരത്തിലുള്ള ആളുകളെയും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഓരോ സിനിമയിലും ഓരോ പ്രശ്നങ്ങളാണ്. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വന്നത് 7ാമത്തെ 8ാമത്തെ പടം ചെയ്യുമ്പോഴാണ്. അപ്പം ഓരോ സിനിമയിലും ഓരോരോ പ്രശ്നങ്ങൾ വരും. ഉദാഹരണം സാന്ത്വന പ്രൊഡക്ഷൻസിന്റെ ഓരോ പടം എടുക്കും. ആദ്യം ഫ്രൈഡേ ഫിലിം ഹൗസ് ആദ്യം ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ മീഡിയ ബൈയിങ് ഏജൻസി ആയിരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ തന്നെ ഇന്നോവേറ്റീവ് ഫിലിം കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ പടം അതിലാ ചെയ്തത്. അത് ഫ്രൈഡേ ചെയ്തപ്പം എല്ലാം പ്രശ്നങ്ങളായിരുന്നു. അതെ, അത് ചെയ്തപ്പം ഇങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രശ്നമായിരുന്നു. അത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലല്ലോ ഇത് എങ്ങനെയാ ഡീൽ ചെയ്യണ്ടേന്നുള്ളത്. അപ്പം പടിപ്പുര ഹോട്ടൽ അറിയാമോ, നമ്മുടെ ആലപ്പുഴയിലുള്ള? പടിപ്പുരയിൽ നിന്ന് ബീച്ചിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പൊ പടിപ്പുരയിൽ നിന്ന് ബീച്ചിൽ പോകാനായിട്ട് 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം വൈകുന്നേരം ആകുമ്പം കാറിന്റെ ഒക്കെ പെട്രോളിന്റെ ബില്ല് കൊണ്ട് 150 കിലോമീറ്റർ ഓടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരിക. അപ്പൊ ഒന്നാമത് ഞാൻ ചെറിയ പ്രായം, കുറച്ചൊന്ന് ദേഷ്യപ്പെടുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്താൽ ഞാൻ വരണ്ട് പോകും എന്നുള്ള അത് ഞാൻ വരണ്ട് പോവുകയും ചെയ്തു. ഞാൻ ഇട്ടേച്ച് പോകാനായിട്ടൊക്കെ പോയി. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ പോയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഈ പരിപാടി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറ്റിക്കപ്പെടുന്ന നമ്മളിങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ പിന്നെ സ്ട്രാറ്റജി ഞാൻ മാറ്റി. ഞാനൊരു 2ാമത്തെ 3ാമത്തെ പടമായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പറ്റിച്ചു, എനിക്ക് മനസ്സിലാവാത്ത രീതിയിൽ പറ്റിച്ചു എന്ന് പറഞ്ഞു കുറച്ചൊക്കെ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ 2ാമത്തെ പടമായപ്പം സക്രിയയുടെ ഗർഭിണികളായപ്പോൾ ലാലേട്ടൻ എനിക്ക് ഒരു അഡ്വൈസ് തന്നു. ഓരോ സിനിമയിലും ഈ പറഞ്ഞ പോലെ ഓരോ വലിയ അഡ്വൈസസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡേ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിജയരാഘവൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനപ്പോൾ ഒട്ടും സീരിയസ് ആയിട്ടല്ല സിനിമ ചെയ്യുന്നത്, ഇപ്പൊ സിനിമയെ കുറിച്ച് പഠിച്ചിട്ടില്ല, എങ്ങനെ ചെയ്യണം എന്നൊന്നും ഒന്നും അറിയത്തില്ലാതെ അങ്ങ് ചെയ്യാണ്. ഡെയിലി വരുന്നവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ അങ്ങ് പോവാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, പണ്ടൊക്കെ ഈ പറയുന്ന മഞ്ഞിലാസും ഇതുപോലത്തെ പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്, പ്രൊഡക്ഷൻ കമ്പനികളുടെ പേരിലായിരുന്നു സിനിമകൾ അറിയപ്പെട്ടിരുന്നത്. ഇന്നത് അന്ന് ആ ഷിഫ്റ്റ് നടക്കുന്ന സമയമാണ്, സാറ്റലൈറ്റിന്റെ ഒരു പീക്ക് ടൈം ആണല്ലോ ആ സമയത്ത്. അപ്പൊ ഇന്നിപ്പോ ഡയറക്ടേഴ്സിന്റെ പേരിലാണ് പടങ്ങൾ അറിയപ്പെടുന്നത്, ഡയറക്ടേഴ്സിന്റെയും ആക്ടേഴ്സിന്റെയും പേരിലേക്ക് അത് മാറി. അപ്പം എന്ന് ഇത് ഈ പ്രൊഡക്ഷൻ ഹൗസസിന്റെ പേരിലേക്ക് സിനിമ വരുന്നു, അപ്പോഴേ സിനിമയ്ക്കൊരു നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതിൽ നിന്നാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് ഉണ്ടാവുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വരുന്നത് അവിടുന്ന്. അപ്പോൾ അതൊരു വലിയ അഡ്വൈസ് ആയിരുന്നു. നമ്മൾ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഏറ്റവും ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ആ അഡ്വൈസ്. 2ാമത്തെ എന്ന് പറയുന്നത് സക്രിയയുടെ ഗർഭിണികൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പം ആദ്യത്തെ സിനിമയിൽ ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് 2ാമത്തെ സിനിമയിലും ഈ പിടുത്തമാണ്, എല്ലാത്തിലും കയറി പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്നോട് ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ ചെറിയ ബോളുകൾ ഉരുളുന്നത് നോക്കാൻ പോകുമ്പം വലിയ